കൊണ്ടൊരു കറി ഉണ്ടാക്കാം. ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി. അതിനായി ഒരു പാത്രം എടുത്ത് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് 4 മുട്ട ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അടച്ച് വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല ഒക്കെ തയ്യാറാക്കാം. എഗ്ഗെല്ലാം ബോയിൽ ചെയ്തിട്ടുണ്ട്. അത് തണുക്കാനായി നമുക്കൊരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. ഒന്ന് തണുത്ത ശേഷം നമുക്ക് തോടെല്ലാം പൊളിച്ചെടുക്കാം. ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ: ഒരു 3 ചെറിയ മീഡിയം സവാള അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ തക്കാളി ചതച്ചത്, ചെറിയ തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിൽ കീറിയിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം, പെരുംജീരകം, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഗരം മസാല, ലേശം കുരുമുളക് പൊടി. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മുട്ടയെല്ലാം തോട് കളഞ്ഞ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. കടായി ചൂടായിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ടൊന്ന് മൂപ്പിക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഈ സമയം നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇളക്കി ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇളക്കി ചെറുതായി വാടുമ്പോൾ നമുക്ക് ഉള്ളി ചേർക്കാം. അത് ഇളക്കി ചേർക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ ഒന്ന് വഴലിട്ട് ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴഞ്ഞ് നന്നായി നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. കോഴിമുട്ടയൊക്കെ 2ആയി കീറി വെച്ചിട്ടുണ്ട്. സമയം കൊണ്ട് നമുക്ക് മസാലപ്പൊടി തയ്യാറാക്കാം. അതിനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളത്തിൽ. ഇത് നേരത്തെ ചൂടാക്കി വെച്ച പൊടിയാണ്.
വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് പാത്രത്തിൻ്റെ അടപ്പൊക്കെ വെക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. സമയം നമുക്ക് ഈ സൈഡിലോട്ട് ആക്കിയ ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടിയെല്ലാം ഈ ഓയിലൊന്ന് നോക്കട്ടെ. എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി വെക്കാം. ഇപ്പോൾ നമുക്ക് ഈ മസാലപ്പൊടി പാത്രം കൂടെ കഴുകി ആ വെള്ളം കൂടെ ഒന്ന് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഉള്ളി വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതിനോടൊപ്പം മിക്സ് ചെയ്യാം. മുട്ടയെല്ലാം നല്ലപോലെ ഉള്ളിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായി ചേർക്കാം. മസാലേൻ്റെ മുകളിലോട്ട് ആക്കിയ ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. മുട്ടക്കറിയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പും എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. കറിയൊക്കെ എരിവെല്ലാം വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില ലാസ്റ്റ് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യും. തിരിഞ്ഞ് വറ്റിയ ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കോഴിമുട്ടക്കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. കോഴിമുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കോഴിമുട്ടക്കറി റെഡി.